So dear students, നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എൻ്റയർ ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇത് മൊഡ്യൂൾ വൈസ് ആയിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് ദെൻ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ വൈസ് ആയിരിക്കും. ആൻഡ് ബോത്ത് 2015-16 സ്കീമും അതുപോലെ 2019 സ്കീമും അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 പ്രീവിയസ് വീഡിയോ ലെക്ചേഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ്. അതായത് 2019 മെയിലെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ആൻഡ് ദിസ് ഈസ് ഫ്രം ദി ഓൾഡ് സ്കീം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വാരിഗ്നൻസ് തിയറം ഓഫ് മൊമെൻറ്റ്സ്. സോ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇവിടെ പ്രൂഫ് നിങ്ങൾ എഴുതണം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പോരാ, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് എന്നാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഫിഗർ വേണം. ഓക്കെ, ഫിഗറിന് ഡീറ്റെയിൽസ് ഒക്കെ വേണം. ആൻഡ് ദെൻ പ്രൂഫ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻഡ് ആ ഫിഗറും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി മൊമെൻറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ കമ്പോണൻസ്. അതായത് FD ഈസ് ഈക്വൽ ടു F1 D1 പ്ലസ് F2 D2. സോ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ്? സോ ലെറ്റ് us ഗോ ടു ദ പ്രൂഫ്. അപ്പോൾ ഫിഗർ എങ്ങനെയാണ്, ഓക്കെ, ഫിഗറിൽ നിന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എക്സ് ആൻഡ് വൈ ആക്സിസ്, ഒരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, സോ എയിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് എന്നാണ് ഫോഴ്സ്. ആൻഡ് എഫിൻ്റെ കമ്പോണൻസ് ആണ്, കമ്പോണൻറ്റ് ഫോഴ്സസ് ആണ്. ആൻഡ് എഫ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, എഫിൻ്റെ കമ്പോണൻറ്റ് ഫോഴ്സസ് ആണ് F1 ആൻഡ് F2. ഓക്കെ, സോ F1 മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 ആൻഡ് F2 മേക്ക് ചെയ്യുന്ന ആംഗിൾ θ2. ക്ലിയർ അല്ലേ? സോ ഫോഴ്സ് ഉണ്ട്, എഫ് എന്നൊരു ഫോഴ്സ് ആൻഡ് അതിൻ്റെ കമ്പോണൻറ്റ് ഫോഴ്സസ്. ഓക്കെ, അതിൻ്റെ റെസ്പെക്റ്റീവ് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? സോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അതായത് ഓരോ ഫോഴ്സിൻ്റെയും എഫ്, അതുപോലെ F1 F2. ഓക്കെ, സോ മൂന്നിൽ നിന്നും പ്രൊജക്ഷൻസ് വരയ്ക്കുക, നേരെ താഴേക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കുക. ക്ലിയർ? സോ അത് JGE എന്ന് മാർക്ക് ചെയ്യുക. ഓൾ റൈറ്റ്? അഗെയിൻ, സോ പ്രൂഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് AE. ഓക്കെ, ഈ AE എന്ന് വെച്ചാൽ എന്തായിരിക്കും? AE ഈസ് ഈക്വൽ ടു AG പ്ലസ് GE അല്ലേ? സോ AE നമുക്ക് AG പ്ലസ് GE എന്ന് എഴുതാമല്ലോ. ആൻഡ് വാട്ട് ഈസ് AE? സോറി, ആൻഡ് വാട്ട് ഈസ് GE? ഓക്കെ, ഈ GE എന്ന് വെച്ചാൽ ദറ്റ് ഈസ് സെയിം ആസ് BH. ഓക്കെ, സോ GE ഈസ് സെയിം ആസ് BH. ക്ലിയർ? ഓക്കെ, വാട്ട് ഈസ് ദിസ് BH? ഈ BH എന്താണ്? നമ്മളിവിടെ ഇപ്പോൾ ഓക്കെ ഈ ഒരു ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പോണൻറ്റ് ഫോഴ്സസ്, ഓക്കെ, F1 F2 ആൻഡ് ദിസ് ഫോഴ്സ്. ഇപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പാരലലോഗ്രാം ആക്കി കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഒരു പാരലലോഗ്രാം പോലെ വരച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് F1, ഈ ഓപ്പോസിറ്റ് സൈഡ്സ് രണ്ടും ഈക്വൽ ആണ്. സോ ദിസ് ഇസ് F1 ആൻഡ് ദിസ് ഇസ് ഓൾസോ F1 ആൻഡ് ദിസ് ഇസ് F2 ആൻഡ് ദിസ് ഇസ് ഓൾസോ F2. സോ ഇവിടെ BD എന്ന് വെച്ചാൽ എന്താണ്? F2 ആണ്. ഓക്കെ, ആൻഡ് F2ൻ്റെ ഈ ഒരു കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ്? BD കോസ് θ2. ഓക്കെ, ഈ ആംഗിൾ θ2 അല്ലേ? സോ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി θ2. സോ BD θ2 ആണ് BH. സോ BH നമുക്ക് എങ്ങനെ എഴുതാം? BD ഇതിൻ്റെ കോസ് കമ്പോണൻറ്റ്, സോ BD ഇൻറ്റു θ2. ഓക്കെ, സോ അതേപോലെ AE എങ്ങനെ എഴുതാം? AEയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതായത് എഫിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് AE എഴുതാം. ഇറ്റ് ഈസ് F ഇൻറ്റു കോസ് തീറ്റ. റൈറ്റ്? F കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ AG നമുക്ക് എങ്ങനെ എഴുതാം? F1 ഇൻറ്റു കോസ് θ1. ഓക്കെ, ആൻഡ് ഈ BDക്ക് പകരം നമുക്ക് F2 എന്ന് കൊടുക്കാം. സോ F2 കോസ് θ2. സോ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. F കോസ് തീറ്റ ഇസ് ഈക്വൽ ടു F1 കോസ് θ1 പ്ലസ് F2 കോസ് θ2. ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മൊമെൻറ്റ് എബൌട്ട്, ഓക്കെ, സോ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ്?
സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിന് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കേണ്ടത്. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് അത് നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഈ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈയിങ് ബൈ ഒ എ. സോ ഈ ഒ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ഇക്വേഷനെ. സോ ഒ എ ഇൻറ്റു എഫ് കോസ് തീറ്റ, ഒ എ ഇൻറ്റു എഫ് വൺ കോസ് തീറ്റ 1, ഒ എ ഇൻറ്റു എഫ് ടു കോസ് തീറ്റ 2 അങ്ങനെ വരും. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഈ ഒ എയുടെ കമ്പോണൻസ് എടുക്കുക. ഓക്കെ, സോ ഒ എയുടെ കമ്പോണൻസ് എടുക്കാൻ നേരത്ത് ഒ എ കോസ് തീറ്റ, ഓക്കെ, അതേപോലെ ഒ എ കോസ് തീറ്റ 1, ഒ എ കോസ് തീറ്റ 2. സോ വാട്ട് വിൽ ബി ദാറ്റ്? അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഫോഴ്സിൻ്റെയും ഒയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ എഫ് ടുവിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ നമ്മൾ ഈ എഫ് ടുവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആംഗിൾ തീറ്റ 2, റൈറ്റ്? അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ 2. ഓക്കെ, ഇത് 90 ആണല്ലോ. സോ ഇത് 90 മൈനസ് തീറ്റ 2, ഇത് 90. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? തേർഡ് ആംഗിൾ വിൽ ബി തീറ്റ 2 ഇറ്റ് സെൽഫ്, റൈറ്റ്? സോ അങ്ങനെ ഇത് തീറ്റ 2 എന്ന് കിട്ടി. സിമിലർ ആയിട്ട് തന്നെ നമുക്ക് ഒയിന്ന് പെർപെൻഡിക്കുലർ എഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് ഡി. ഓക്കെ, ആൻഡ് ആംഗിൾ തീറ്റ. അഗെയിൻ F1ലേക്ക് D1 ആൻഡ് ആംഗിൾ ഇസ് തീറ്റ 1. ഓക്കെ, സോ ഈ ഒ എ കോസ് കമ്പോണൻറ്റ്, ഒ എയുടെ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഒ എ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ, ഡി അല്ലേ? സോ വി ക്യാൻ റീപ്ലേസ് ഒ എ കോസ് തീറ്റ വിത്ത് ഡി ആൻഡ് ഒ എ കോസ് തീറ്റ 1 വിത്ത് D1 ആൻഡ് ഒ എ കോസ് തീറ്റ 2 വിത്ത് D2. സോ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നേരത്ത് വി ഫൈനലി ഗെറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, എഫ് ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2. സോ ദിസ് ഇസ് ദ പ്രൂഫ്. ക്ലിയർ അല്ലേ? പ്രൂഫ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ 4 ഫോഴ്സസ് വരയ്ക്കുക, കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ഒ എ മൾട്ടിപ്ലൈയിങ് ബൈ ഒ എ, ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോകരുത്. ഓക്കെ, ഓൺലി ദെൻ വി ഗെറ്റ് ദ ഫൈനൽ പ്രൂഫ്, എന്നാലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 6th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ 2016 സ്കീമാണ്. സോ 2016 സ്കീമിൽ ഓക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് 3 എന്നും 7 എന്നും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എ പാർട്ട് ബി പാർട്ടായിട്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, എ ആൻഡ് ബി സബ്സെക്ഷൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സോളിഡ് സിലിണ്ടർ 30 mm diameter and weighing 30 Newton is placed in a triangular channel as shown in figure. Neglecting friction between the contact surface, calculate normal reactions on the sides of the channel. Okay, so a solid cylinder under and its diameter is 30 mm. Okay, so 30 mm ആണ് diameter. Its weighing 30 Newton. So 30 Newton അതിൻ്റെ weight. So that is acting downwards. It is placed in a triangular channel. ഇതുപോലെ ഒരു ട്രയാങ്കുലർ ചാനലിൽ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ആംഗിൾ ഓക്കെ ഹൊറിസോണ്ടലിൽ നിന്ന് ഈ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആൻഡ് ദിസ് ആംഗിൾ ഇസ് 45. സോ നമ്മൾ ഫ്രിക്ഷനൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഒന്നും ഇവിടെ ഇല്ല. ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി നോർമൽ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള റിയാക്ഷൻസ്, നോർമൽ റിയാക്ഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ലെറ്റ് us see that. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓക്കെ സിലിണ്ടർ, ദറ്റ് solid cylinder and triangular channel. So this is 60 and this is 45. So ഈ ആംഗിൾ ഇത് എത്രയായിരുന്നു? 30 Newton. Okay, and this angle okay, so and this is the reaction. ഇപ്പോൾ രണ്ട് സർഫസിൽ നിന്നുള്ള നോർമൽ റിയാക്ഷൻസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കത് RA RB എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇത് AB. ഓക്കെ, സോ ഇവിടെ നിന്നുള്ളത് RA ആൻഡ് ദിസ് ഇസ് RB. ഓക്കെ, അഗെയിൻ നമുക്കിവിടെ ഇപ്പോൾ 3 ഫോഴ്സസ് ആണുള്ളത് അല്ലേ? സോ RA RB ആൻഡ് ദിസ് ഫോഴ്സ്. സോ ഇത് നമുക്ക് ലാമിസ് തിയറം വെച്ചിട്ട് വി ക്യാൻ ഈസിലി ഡു ദിസ്. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം അതുപോലെ ലാമിസ് തിയറം രണ്ടും കൂടെയാണ് ഇവിടെ വരുന്നത്. സോ വി ക്യാൻ ഡു ദിസ് യൂസിങ് ലാമിസ് തിയറം. സോ ലാമിസ് തിയറം എങ്ങനെ അപ്ലൈ ചെയ്യും? സോ ലാമിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആംഗിൾസ് ആണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആംഗിൾസ്. ഓക്കെ, സോ ഹൗ ടു കാൽക്കുലേറ്റ് ദി ആംഗിൾസ്? സോ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസിനെ നമുക്ക് ഈ ഉള്ള ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, സോ അതിന് എന്താണ് ചെയ്യേണ്ടത്? സോ ഇവിടെ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു പാരലൽ വരയ്ക്കുക. ഓക്കെ, സോ ഈ പാരലും ഇതിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. ആൻഡ് ഓക്കെ, സോ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആയിരിക്കും. സോ ഇവിടെയും 60 ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അഗെയിൻ ഇത് ഹൊറിസോണ്ടൽ ആണല്ലേ, സോറി, ഇതിങ്ങനെ നോർമലായിട്ടാണ്. സോ ഇതിന് നോർമലായിട്ടാണ്. സോ ഇത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു ആംഗിൾ എത്ര വരും? 60യുടെ റിമൈനിങ്, ദറ്റ് ഈസ് 30 ഡിഗ്രി. ഓക്കെ, സോ ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. അഗെയിൻ ഇതും ഒരു റൈറ്റ് ആംഗിൾ ആണ്. സോ ഈ ആംഗിൾ എത്ര വരും? 30യുടെ റിമൈനിങ്, ദറ്റ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, 90 മൈനസ് 30, ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ഈ ആംഗിളും വേണം അല്ലേ? സോ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 45 ഡിഗ്രി. സോ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 45. സോ 45 മാർക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് അല്ലേ, ദിസ് ഇസ് മേക്കിംഗ് എ 90 ഡിഗ്രി. സോ റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ ആംഗിൾ എത്ര വരും? 45 ഡിഗ്രി. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് 45 ഡിഗ്രി, ദിസ് വിൽ ഓൾസോ ബി വാട്ട്? 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഒരു ലോജിക്ക് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ആംഗിൾസ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും 60 ആണ്. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും 45 ആയിട്ട് വരും. ക്ലിയർ? സോ ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് ആദ്യം തന്നെ അപ്പോൾ ആംഗിൾസ് നിങ്ങൾ ആ ലോജിക്ക് വെച്ചൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അഗെയിൻ ജോമെട്രി വെച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, ഇപ്പോൾ ആംഗിൾസ് ഒക്കെ കിട്ടിയല്ലോ. ഓക്കെ, സോ ഇത് നമുക്ക് റീഡ്രോ ചെയ്യാം. അതായത് 30 ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അഗെയിൻ RA RB ആൻഡ് ആംഗിൾസും ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് us കാൽക്കുലേറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്ലൈയിങ് ലാമിസ് തിയറം. സോ ലാമിസ് തിയറം വെച്ച് ഡയറക്റ്റ് ചെയ്യാം. സോ 30 ഡിവൈഡഡ് ബൈ, ഓക്കെ, 30യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ഓക്കെ, സോ 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 45 ഇസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ, ഓക്കെ, RA ഡിവൈഡഡ് ബൈ, RAയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ്. ഓക്കെ, സോ ഇത് 90 ഡിഗ്രിയാണ്. ആൻഡ് ദിസ് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി, റൈറ്റ്? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. സോ 90 പ്ലസ് 30. അതേപോലെ RBയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്ര വരും? ഇത് 45 ഡിഗ്രിയാണ്. ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി അല്ലേ? ഈ ഒരു കംപ്ലീറ്റ് ആംഗിൾ പോർഷൻ വരും. ദറ്റ് ഈസ് 90 പ്ലസ് 45. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി വാല്യൂ ഫോർ RA ആൻഡ് RB. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ആംഗിൾസ് കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അത് അത്ര വലിയ ബുദ്ധിമുട്ടും അല്ല. ഓക്കെ, നിങ്ങളത് കറക്റ്റായിട്ടൊന്ന് ജോമെട്രി കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂസ്, ആംഗിൾസ് കിട്ടും. ഓക്കെ, സോ RAക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 30 ആണ് നോൺ ആയിട്ടുള്ളത്, RA RB അൺനോൺ ആണ്. സോ ഈ ഒരു വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ 30 ബൈ സൈൻ 60 പ്ലസ് 45 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് ദി വാല്യൂ ഫോർ RA ആസ് 26.89 ന്യൂട്ടൺ ആൻഡ് RBക്ക് ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ RB. ക്ലിയർ അല്ലേ? സോ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നൗ 6A കഴിഞ്ഞു, ഇനി 6B. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 6Bയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഫോർ ദി സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡിറ്റർമൈൻ ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് magnitude, direction and position of the resultant force about A. ഓക്കെ, സോ പാർട്ട് ബിയിൽ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഡു ദാറ്റ്. സോ ഇതും മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൈ? ബിക്കോസ് ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ്, ഡിറക്ഷൻ. സോ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ ആദ്യം ചെയ്തതിൽ മാഗ്നിറ്റ്യൂഡ് ആറും ഡിറക്ഷനും മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് പൊസിഷൻ. ഓക്കെ, സോ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ആറിൻ്റെ ഇക്വേഷൻ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ FX² പ്ലസ് സിഗ്മ FY². ആൻഡ് ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് FY/FX. ഓക്കെ, അഗെയിൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊസിഷനാണ്. സോ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ മൊമെൻറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ മൊമെൻറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ലൈക്ക് ദിസ്. എന്തായിട്ട് എഴുതാം? റിയാക്ഷൻ, ടോട്ടൽ റിസൾട്ടൻറ്റ്, ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു ആ റിസൾട്ടൻറ്റിൻ്റെ
റിസൾട്ടൻറ്റ് ഫോഴ്സും അതുപോലെ റിസൾട്ടൻറ്റും ആ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാമല്ലോ. ദാറ്റ് ഈസ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്. സോ ടോട്ടൽ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഫ്രം ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, അത് നമുക്ക് എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പൊസിഷൻ, റിസൾട്ടൻറ്റിൻ്റെ പൊസിഷനാണ് കിട്ടേണ്ടത്. സോ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് വിൽ ബി എക്സ്? m/r. ഓക്കെ, സോ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഫോഴ്സ് സിസ്റ്റമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ടോട്ടൽ ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ റിസൾട്ടൻറ്റ് ചെയ്യാൻ നേരത്തെ വി ഗെറ്റ് ദി പൊസിഷൻ. ക്ലിയർ? സോ ലെറ്റ് us see. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോബ്ലം അല്ലേ. സോ ഇത് ഞാൻ എടുത്ത് വരച്ചിരിക്കുകയാണ്. സോ ഇവിടെ തന്നെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതായത് ഇതിൻ്റെ FX ആൻഡ് FY കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം പോയിൻറ്റ് എ. ഓക്കെ, സോ ഇവിടെ 100 Newton ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ. ഇത് നെഗറ്റീവ് ഡയറക്ഷനാണ്. സോ -100 എന്ന് വരും. സോ -100. ഓക്കെ, ഇവിടെ സോ -100. അഗെയിൻ നെക്സ്റ്റ് പൊസിഷൻ ബി. ഇവിടെ ഇത് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, അതുകൊണ്ട് ഇത് എടുക്കേണ്ട. ആൻഡ് ഇവിടെ എന്ത് വരും? സിയിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു 100 Newton ഉണ്ട് ഹൊറിസോണ്ടലി. ഓക്കെ, സോ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എത്ര ഉണ്ട്? 100 ഉണ്ട്. ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ഡിയിലേക്ക് വരിക. സോ ഇവിടെ ഒരു റിസോൾവ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് റിസോൾവ് ചെയ്യുക ഈ 150 Newtonൻ്റെ. സോ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എങ്ങനെ വരും? 150 cos 45 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, സോ 3 ഫോഴ്സസ് ആണ് ഉള്ളത്. ഓക്കെ, സോ 3 ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് 100, ദാറ്റ് ഈസ് പോസിറ്റീവ്, ആൻഡ് അഗെയിൻ എ നെഗറ്റീവ് 100, ആൻഡ് ദെൻ എ പോസിറ്റീവ് 150 cos 45. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 106.067 Newton എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അഗെയിൻ FY കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ സിഗ്മ FY ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ Y ഡയറക്ഷനിൽ ഇവിടെ ഫോഴ്സസ് പോയിൻ്റ് എയിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഫോഴ്സസ് ഒന്നുമില്ല. അഗെയിൻ ഈ ഒരു പോയിന്റിലുണ്ടല്ലേ. സോ ദിസ് ഇസ് 200 Newton ആൻഡ് 200 Newton ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. സോ അപ്വേർഡ്സ് ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. ഓക്കെ, അഗെയിൻ ഈ പോയിന്റ് സിയിൽ ദർ ആർ നോ വെർട്ടിക്കൽ ഫോഴ്സസ്. അഗെയിൻ പോയിന്റ് ഡിയിൽ നമുക്ക് ഈ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുക്കാം. ഓക്കെ, സോ 150 sin 45 എന്ന് വരും. ആൻഡ് ദാറ്റ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഇതേപോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. സോ 150 sin 45. ക്ലിയർ? സോ ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? FY എന്ന് വെച്ചാൽ 200 പോസിറ്റീവ് ആൻഡ് 150 sin 45 നെഗറ്റീവ്. ഓക്കെ, സോ നമുക്ക് FX ആൻഡ് FY കിട്ടി. FY 93.93 Newton എന്ന് കിട്ടി. സോ ആഫ്റ്റർ ഗെറ്റിംഗ് FX ആൻഡ് FY, സിഗ്മ FX ആൻഡ് സിഗ്മ FY, നമുക്ക് റിസൾട്ടൻറ്റ് ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ വി ഗെറ്റ് ദി റിസൾട്ടൻറ്റ്. ഓക്കെ, സോ റിസൾട്ടൻറ്റ് 141.679 എന്ന് കിട്ടി. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. നെക്സ്റ്റ് എന്തായിരുന്നു? ഡിറക്ഷൻ. സോ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് മോഡ് ഓഫ് സിഗ്മ FY ബൈ സിഗ്മ FX. സോ സിഗ്മ FXൻ്റെയും സിഗ്മ FYയുടെയും മോഡ് എടുക്കുക. ഓക്കെ, tan ഇൻവേഴ്സ്. സോ അതും കിട്ടി. അഗെയിൻ ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും ഈ ആംഗിൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്ന് ഇവിടെ നിന്ന് പോസിറ്റീവ് എക്സിൽ നിന്നായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പൊസിഷനാണ്. ഓക്കെ, സോ ഹൗ ഡു വി കാൽക്കുലേറ്റ് ദി പൊസിഷൻ? സോ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ പൊസിഷൻ കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ടോട്ടൽ മൊമെൻറ്റ് m/r ചെയ്യണം. റൈറ്റ്, സോ m/r എടുക്കുക. സോ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടോട്ടൽ മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാരണമുള്ള മൊമെൻറ്റിൻ്റെ സമ്മാണ് വാരിക്നൻസ് തിയറം വഴി. ഓക്കെ, സോ ഓരോ ഫോഴ്സും ഓക്കെ, അപ്പോൾ ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് നമ്മളൊന്ന് നോക്കുക. സോ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട് എ. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട് എ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഈ ആദ്യത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ.
അതുകൊണ്ട് ഈ ഒരു ഫോഴ്സ് എടുക്കണ്ട. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യാൻ നേരത്തെ ഡിസ്റ്റൻസ് 0 ആയി പോകും. അതുകൊണ്ട് ഇവിടെ മൊമെൻ്റ് ഇല്ല. ഓക്കെ, ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻ്റ് ഇല്ല. അഗെയിൻ നമ്മൾ ഈ സെക്കൻഡ് ഫോഴ്സ് എടുക്കാം. സോ 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഫോഴ്സ്. സോ ഫോഴ്സ് ഇൻറ്റു ഈ ഒരു പോയിൻ്റ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് വരും. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് 2 മീറ്റർ. ഓക്കെ, അപ്പോൾ 200 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയല്ല ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ 200 മേളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ പോയിൻ്റ് ഇവിടെയാണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെയായിരിക്കും. സോ ദറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എന്ന് എടുക്കാം. ക്ലിയർ? ഓക്കെ, അതായത് ഇങ്ങനെ കിട്ടും. സോ ഇവിടെ 200 നെഗറ്റീവ് 200 ഇൻറ്റു 2. ഓക്കെ, നെഗറ്റീവ് 200 ഇൻറ്റു 2. അഗെയിൻ അടുത്ത ഫോഴ്സ് ഏതാണ്? ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സസ് സോ 100 ആണല്ലേ. സോ ഈ 100ഉം എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഇതായിരിക്കും ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇതാണ് പെർപെൻഡിക്കുലർ. ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് വാട്ട്? 4 മീറ്റർ. 4 മീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ്. സോ 100 ഇൻറ്റു 4 എന്ന് വരും. 100 ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അല്ലേ, ഇത് പോസിറ്റീവ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, പോസിറ്റീവാണ്. ക്ലിയർ? ഓക്കെ, അതായത് ഇങ്ങനെയൊരു ഫോഴ്സ് കാരണം ഇത് അല്ലേ, ഈ ഒരു പോയിൻ്റ് ഇങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് പോസിറ്റീവ് മൊമെൻറ്റ്. സോ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് എത്ര കിട്ടും? 100 ഇൻറ്റു 4 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ ഇവിടെ പോസിറ്റീവ് 100 ഇൻറ്റു 4. ഓക്കെ, ആൻഡ് അഗെയിൻ 150 കാരണമുള്ള ഫോഴ്സ് അത് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? സോ 150 ഈ പോയിൻ്റ് എയിലാണ്. 150 നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. സോ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എയിൽ കൂടെയാണ്, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ എടുക്കില്ല. ഓക്കെ, അഗെയിൻ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. സോ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 മീറ്റർ. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് എങ്ങോട്ടായിരിക്കും താഴെ മൂവ് ചെയ്യുക? ഇത് ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അല്ലേ, ഈ ഒരു പോയിൻ്റ്. സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്ലോക്ക് വൈസ്. ക്ലിയർ? സോ അതും പോസിറ്റീവ് തന്നെയായിരിക്കും. സോ ഹൗ വി ആർ ഗെറ്റിംഗ് ദാറ്റ്? 150 sin 45 into 4 and that is positive. So positive moment and this is positive moment and this is negative moment. Okay, so finally we get the value, the add. Okay, so we get the value like this. So MA kitti and MA by R ചെയ്യാൻ നേരത്തെ X കിട്ടും. ഓക്കെ, R നമ്മൾ റിസൾട്ടൻറ്റ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഡു MA by R. So we get the value for X. Is it clear? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മളുടെ റിസൾട്ടൻറ്റിൽ നിന്ന് എ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ റിസൾട്ടൻറ്റിലേക്കുള്ള അതായത് ഒരു ഇവിടെ നിന്നാണ് ഇപ്പോൾ റിസൾട്ടൻ്റ് എങ്കിൽ ഈ റിസൾട്ടൻറ്റിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 2 രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. സോ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്, സോ അത് വേണമെന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മളുടെ റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ആ പൊസിഷൻ അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, 2.994 മീറ്റർ എന്ന് എഴുതിയാൽ മതി. നീഡ് നോട്ട് റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതിൻ്റെ സൈൻ ടേംസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ നൗ നെക്സ്റ്റ് question 7. Define couple and explain its characteristics. With the help of a sketch, explain how a force can be resolved into a force and couple. അപ്പോൾ ഇത് നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പാർട്ട് എയിൽ 5 മാർക്കായിട്ടോ 3 മാർക്കായിട്ടോ മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. ബിക്കോസ് ഇങ്ങനെ 6 മാർക്കോ 7 മാർക്കോ ഒക്കെ ആയിട്ട് അത് ഒരു പാർട്ട് ബിയിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് സോ മൂവിങ് ഓൺ ടു ദിസ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ കപ്പിൾ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, എന്താണ് കപ്പിൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് കപ്പിൾ ഇസ്. സോ കപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇതുപോലെ തന്നെ. ഓക്കെ, 2 ഈക്വൽ
ഫോഴ്സസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. അപ്പോൾ ഇത് എഫ് എന്ന് വെച്ചാൽ ദേ ആർ ഈക്വൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുപോലെ തന്നെ ദേ ആർ ആക്ടിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട്, അതും ദേ ആർ പാരലൽ ടു. ഓക്കെ, ഇപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് ദേ ആർ പാരലൽ. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d, then this is said to have formed a couple. Okay, so it is said to form a couple. So two parallel forces with same magnitude but acting in opposite direction is said to form a couple. And ഈ ഒരു പ്ലെയിൻ, ഈ കപ്പിൾ ആക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ്, ഈ രണ്ട് ഫോഴ്സിൻ്റെയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് ഓക്കെ ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. അഗെയിൻ ഇതിൻ്റെ മൊമെൻറ്റ്, ഈ ഒരു കപ്പിളിൻ്റെ മൊമെൻറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, മൊമെൻറ്റ് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ടല്ലേ. സോ രണ്ട് ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ട് ഫോഴ്സും എടുക്കത്തില്ല. ഓക്കെ, ഇവിടെ ഒരു ഫോഴ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. സോ കപ്പിൾ എങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സസ്. ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെയും അതുപോലെ ഈ ഡിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും കപ്പിളിൻ്റെ മൊമെൻറ്റ്. ഓക്കെ, സോ ദ മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ ഇസ് m is equal to f into d. Clear? Again features, so properties of couple and features വരാണ് നേരത്തെ. ഫസ്റ്റ് വൺ നമുക്കറിയാം, ഇവിടെ ഇപ്പം ക്ലോക്ക് വൈസ് കപ്പിളുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. ഓക്കെ, ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മേളിലോട്ടും ഇത് താഴേക്കും. അപ്പം നമ്മളൊരു ബാർ, ഇതുപോലെ ഒരു ബാർ എടുത്തിട്ട് ഓക്കെ ഒരു എലമെൻ്റ് എടുത്തിട്ട് ഇതിന് ഇങ്ങനെയും ഓക്കെ മേളിലോട്ടും ഇവിടെ നിന്ന് താഴേക്കും ഫോഴ്സ് കൊടുത്താൽ ഈ ഒരു എലമെൻറ്റ് എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ബാർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ഒരു റൈറ്റ് സൈഡിൽ ഫോഴ്സ് അപ്വേർഡ്സും ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്സും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അഗെയിൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ദ ടു ഫോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ കപ്പിൾ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അല്ലേ, അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ആണുള്ളത്. ഒരു കപ്പിളിനെന്ന് വെച്ചാൽ രണ്ട് ഫോഴ്സസ് ആണുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസും ഈക്വൽ ആണ്, അതുപോലെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സം എടുത്താൽ എന്ത് കിട്ടും? സമ്മ് 0 ആയിരിക്കും. ഇത് കട്ടായി പോകും അല്ലേ, മേളിലോട്ടും താഴേക്കും അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് സൈൻസ് ആണ് വരുന്നത്. സോ സം എടുക്കാൻ നേരത്ത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ സം അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. The two forces constituting a couple are equal in magnitude and opposite in direction. Therefore, sum of forces or resultant of a couple is equal to 0. Okay, അപ്പോൾ റിസൾട്ടൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. Again, second one. The moment of a couple about any point in the plane of the couple is a constant and is independent of the position of the moment center. Okay, നമ്മളപ്പോൾ പറഞ്ഞു അല്ലേ, മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് മൊമെൻ്റ് ചേഞ്ച് ചെയ്യത്തില്ലേ? പക്ഷേ ചേഞ്ച് ചെയ്യും, ബട്ട് നോട്ട് ഇൻ ദ കേസ് ഓഫ് എ കപ്പിൾ. ഓക്കെ, ഒരു കപ്പിളിൽ എപ്പോഴും ഈ ഒരു രണ്ട് ഫോഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴേ ഇത് ഓട്ടോമാറ്റിക്കലി ദിസ് ഫോംസ് ഇൻ ടു എ കപ്പിൾ, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് ഓഫ് കോഴ്സ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ മൊമെൻറ്റ്, ഇപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു പോയിൻറ്റ് O എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻ്റ് എടുത്തു, ഈ ഒരു പോയിൻറ്റിൻ്റെ അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റിൻ്റെ അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എവിടെയായാലും നമ്മൾ മൊമെൻറ്റ് സെൻറ്റർ എവിടെയാണെങ്കിലും ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മളുടെ മൊമെൻറ്റ്. ഓക്കെ, സോ മൊമെൻറ്റ് ഈസ് ഓൾവേസ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്. ഒരു കപ്പിളിൻ്റെ കേസിൽ മൊമെൻറ്റ് ഈസ് ഓൾവേസ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് പൊസിഷൻ. ഈ ഒരു എക്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, സോ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻ ടു ഡി. നമ്മൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് ഇൻ ടു എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പിളിൻ്റെ കേസിൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് വാലിഡ്.
അപ്പോൾ ഇവിടെ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതിൻ്റെ ഒരു പ്രൂഫ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, സോ എങ്ങനെ വരും മൊമെൻറ്റ്? ഫോഴ്സ് ഇൻറ്റു എക്സ്, ഈ എഫ് ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. സോ ദിസ് ഇസ് ക്ലോക്ക് വൈസ്, സോ എഫ് എക്സ്, അഗെയിൻ ഇവിടെ ഒരു എഫ് ഉണ്ട് ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് ഡി പ്ലസ് എക്സ്, സോ എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ്. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ്? എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ്. അപ്പോൾ ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് എഫ് എക്സ് മൈനസ് എഫ് ഡി മൈനസ് എഫ് എക്സ്, ഈ എഫ് എക്സും ക്യാൻസൽ ആകും, വാട്ട് റിമെയിൻസ് ഇസ് എഫ് ഡി. ക്ലിയർ? സോ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, മൊമെൻറ്റ് സെൻറ്ററിൻ്റെ പൊസിഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഏത് ഒരു കപ്പിളിൻ്റെ മൊമെൻറ്റ് ചോദിച്ചാലും മൊമെൻറ്റ് ഓഫ് ദാറ്റ് കപ്പിൾ ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. ക്ലിയർ? നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ദ ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സസ് ആൻഡ് ദി ആം ഓഫ് എ കപ്പിൾ ആർ ചേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് മൊമെൻറ്റ് ഓഫ് ദി കപ്പിൾ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ബോഡി എടുക്കുകയാണ്, ആ ബോഡിയിൽ ഓക്കെ നമുക്ക് ഇപ്പോൾ ഇത് അതായത് ഫോഴ്സും ഡിസ്റ്റൻസും ഒക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫോഴ്സും ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യാം സച്ച് ദാറ്റ് ഓക്കെ ഫോഴ്സും ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്താലും ഇതിൻ്റെ മൊമെൻറ്റ് ഷുഡ് ബി ദ സെയിം. ഓക്കെ, അതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊരു ഫോഴ്സ് ഡിസ്റ്റൻസ് ഓക്കെ, ഈ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ, സോ 5 ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഫോഴ്സ് 2. ഓക്കെ, സോ ഇതിൻ്റെ മൊമെൻറ്റ് എന്തായിരിക്കും? ഓക്കെ, ഇതിൻ്റെ മൊമെൻറ്റ് 10 ആയിരിക്കും അല്ലേ, 10 ആയിരിക്കും ഇതിൻ്റെ മൊമെൻറ്റ്, റൈറ്റ്? ഓക്കെ, ഇതേ സംഭവം തന്നെ ഞാനിവിടെ ഫോഴ്സ് 5 ആയിട്ടും ഓക്കെ ഫോഴ്സ് 5 ആയിട്ടും ഡിസ്റ്റൻസ് 2 ആയിട്ടും കൊടുത്തു, ഈ ഡിസ്റ്റൻസ് 2 ആയിട്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെൻറ്റ് എന്തായിരിക്കും? 10 തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തല്ല, അതായത് ഇപ്പോൾ ഇവിടെ ഫോഴ്സും ചേഞ്ചായി അതുപോലെ ഡിസ്റ്റൻസും ചേഞ്ചായി. ഓക്കെ, സോ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന കപ്പിളിൻ്റെ ഈ ഫോഴ്സോ ഡിസ്റ്റൻസോ ചേഞ്ച് ചെയ്ത് കൊടുത്താലും അതിൻ്റെ മൊമെൻറ്റ് സെയിം ആണെങ്കിൽ ഓക്കെ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? എഫക്റ്റ് ചേഞ്ച് ചെയ്യത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സിന് പകരം നമ്മൾ 2 എന്ന് കൊടുത്താലും ഓക്കെ ആ ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ 2ന് പകരം 5 എന്ന് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ദ മൊമെൻറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെ മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഫോഴ്സോ ഡിസ്റ്റൻസോ ചേഞ്ച് ചെയ്താലും വാട്ട് ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. ക്ലിയർ? കാരണം മൊമെൻറ്റ് സെയിം തന്നെയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, അതുകൊണ്ട് മൊമെൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റാണ് ബോഡിയിൽ വരുന്നത്. സോ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ബോഡിയിൽ ആ എഫക്റ്റിനും ചേഞ്ച് ഉണ്ടാകത്തില്ല. ക്ലിയർ അല്ലേ? സോ ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. അഗെയിൻ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സെവറൽ കപ്പിൾസ് ഇൻ വൺ പ്ലെയിൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ കപ്പിൾ. Okay, acting in such same plane such that the moment of the single couple is equal to algebraic sum of the moment of the given couple. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിനിൽ കുറേ കപ്പിൾസ് ഉണ്ടെങ്കിൽ ഓക്കെ കുറേ ഫോഴ്സസ് ആൻഡ് ഡിസ്റ്റൻസ് അങ്ങനെ കുറേ കപ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എഫക്റ്റ് ടോട്ടൽ എഫക്റ്റ് അതായത് നമുക്ക് ഇതിനെല്ലാം സിംഗിൾ കപ്പിളായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ വാരിഗ്നൻസ് തിയറത്തിൽ പഠിച്ചതുപോലെ മൊമെൻ്റ് ആണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ആയിട്ട് അതായത് ഇൻഡിവിജ്വൽ മൊമെൻറ്റ്സ് എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി അതിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ മൊമെൻറ്റ്. അതേപോലെ ഇവിടെ ഇൻഡിവിജ്വൽ കപ്പിൾസ് ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്കൊരു സിംഗിൾ കപ്പിളായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ബൈ ടേക്കിംഗ് ദി സം ഓഫ് ദി ഓക്കെ അതിൻ്റെ എല്ലാം ആൽജിബ്രിക് സം മൊമെൻറ്റ്സിൻ്റെയൊക്കെ സം എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ സിംഗിൾ കപ്പിൾ. ക്ലിയർ? അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. ഇസ് ഇറ്റ് ക്ലിയർ? പ്രോപ്പർട്ടീസ് ഒക്കെ ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സം ഓഫ് ദി ഫോഴ്സ് 0 ആണ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ഇതിൻ്റെ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് പൊസിഷൻ. ഓക്കെ, മൊമെൻറ്റ് സെൻറ്ററിൻ്റെ പൊസിഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് വിൽ ഓൾവേസ് ബി ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്. ആൻഡ് അഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ മൊമെൻറ്റ് സെയിം ആക്കിക്കൊണ്ട് നമ്മൾ ഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെയോ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ദ ബോഡി ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി ചേഞ്ചസ്. അഗെയിൻ കുറേ കപ്പിൾസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് it into a single couple by taking the sum of the moments of the couple. Clear? So next is resolution of a force into a force and couple. Okay, so എങ്ങനെയാണ് ഒരു ഫോഴ്സ് നമുക്കൊരു ഗിവൺ ഫോഴ്സ് തന്നിട്ടുണ്ട്, ആ ഫോഴ്സിനെ നമ്മൾ ഫോഴ്സും അതുപോലെ തന്നെ കപ്പിളുമായിട്ട്
കൺവേർട്ട് ചെയ്യുക, ഓക്കെ, റിസോൾവ് ചെയ്യുക. സോ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ പോയിന്റ് എ ഉണ്ട്. ഓക്കെ, ഈ പോയിന്റ് എയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അഗെയിൻ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? ഒരു കപ്പിളും അതുപോലെ തന്നെ ഒരു ഫോഴ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അതെന്താ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ പോയിന്റ് എയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു പോയിന്റ് ബി, ഓക്കെ, ഈ എയുടെ അതായത് ഇതിന് പാരലായിട്ട് തന്നെ ഒരു പോയിന്റ് ബി കൺസിഡർ ചെയ്യുക. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഡി. ഓക്കെ, എയും ബി ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഡി, ഡിസ്റ്റൻസ് ഡി. അഗെയിൻ ഈ പോയിന്റ് ബിയിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എയിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സിന് ഓക്കെ ഈക്വലായിട്ടും ഓപ്പോസിറ്റായിട്ടും രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും എഫക്റ്റ് ഓക്കെ ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ചേഞ്ച് ചെയ്യത്തില്ല, കാരണം നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് കൊടുക്കുന്നത്. സോ ദ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. അപ്പോൾ എഫക്റ്റിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ എയിലൊരു ഫോഴ്സിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ബിയിൽ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കും ഇവിടെ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി അല്ലേ. സോ ഈ ഒരു പോർഷൻ ദറ്റ് ഈസ് ഫോമിങ് ഇൻ ടു എ കപ്പിൾ അല്ലേ. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പാരലൽ ആണ്, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി. സോ ദിസ് എഫ് ആൻഡ് ദിസ് എഫ് ഇസ് ഫോമിങ് എ കപ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് കപ്പിളായിട്ട് കൺവേർട്ടായി. ഓക്കെ, അതിൻ്റെ മൊമെൻറ്റ് എന്തായിരിക്കും? എഫ് ഇൻ ടു ഡി. ഓക്കെ, സോ നമുക്ക് ഇതിനെ കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊരു ബാറായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? ഈ കപ്പിള് ഇങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ എഫ് ഇൻ ടു ഡി. ഇപ്പോൾ ഒരു കപ്പിളുമായി, അതേപോലെ ഈ റിമൈനിങ് ആയിട്ട് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. സോ ഫോഴ്സുമായി. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു പോയിന്റ് ബി എടുക്കുക, അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൊടുക്കുക. ഓക്കെ, സോ ഈ രണ്ട് ഫോഴ്സസ് കപ്പിളാകും, ആൻഡ് ഈ തേർഡ് ഫോഴ്സ് വേറൊരു ഫോഴ്സ് ആയിട്ട് തന്നെ നിൽക്കും. സോ വി ക്യാൻ കൺവേർട്ട് ദിസ് ഗിവൺ ഫോഴ്സ്, വി ക്യാൻ റിസോൾവ് ദാറ്റ് ഫോഴ്സ് ഇൻ ടു എ കപ്പിൾ ആൻഡ് another force. Okay, and that same force itself. Clear? Is it clear? So resolution of a force into a force and couple. So consider a force. Okay, F A എന്നൊരു പോയിന്റിൽ നമ്മൾ F ഫോഴ്സ് അപ്ലൈ ചെയ്തു. Another point B at a distance D. Okay, and രണ്ട് equal and oppositely directed collinear forces introduce ചെയ്യുക at B. Okay, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. ദ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഫോഴ്സിന് പാരലൽ ആയിരിക്കും. സോ ദ ഫോഴ്സ്, ഇപ്പോൾ ഫോഴ്സ് അറ്റ് എ ആൻഡ് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ഫോഴ്സ് അറ്റ് ബി കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ, ആൻഡ് അതിൻ്റെ മൊമെൻറ്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്. റൈറ്റ്, അതായത് ഈ ഫോഴ്സും ഈ ഫോഴ്സും ദേ ആർ ഈക്വൽ, ദേ ആർ ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ്, ആൻഡ് ദേ ആർ പാരലൽ, സോ ദാറ്റ് ഫോംസ് എ കപ്പിൾ. ക്ലിയർ? So the moment F into D, and thus we can convert the force acting at A into a force acting at B together with a couple. Clear? So this is resolution. Okay, figure. Is it clear?